2026 ജനുവരി 1 എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ഈ ദിനത്തിൽ നമുക്ക് മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിനെ നിയന്ത്രിക്കാനും ശക്തമാക്കാനുമായി ഒരു ശ്വസനക്രിയ പഠിക്കാം. ഇതുവഴി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും എല്ലാ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാനും പരാജയങ്ങളോ തോൽവികളോ എല്ലാം വരുമ്പോൾ തളർന്നു പോകാതെ ഇരിക്കാനുമൊക്കെയായിട്ട് നമുക്ക് ഈ ഒരു കാര്യം പഠിക്കാം. തുടർച്ചയായി ഒരു 21 ദിവസമെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കുക. ദിവസവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതം നമുക്ക് വിജയത്തിലെത്തിക്കാം. ജീവിതമാകുന്ന യാത്രയിൽ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്തവരായ ആരും ഉണ്ടാവില്ല. പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിലൊന്നും തളർന്നു പോകാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം, മനസ്സിനെ ശക്തമാക്കാൻ സാധിക്കണം. അപ്പം മനസ്സിനെ നിയന്ത്രിക്കാനും ശക്തമാക്കാനും ശാന്തമാക്കാനുമായി ഏത് സാഹചര്യത്തേനും അതിജീവിക്കാനുമായി നമുക്ക് ഇന്നൊരു ശ്വസനക്രിയ പരിശീലിക്കാം. നമ്മുടെ ഇടത് കൈ ഹൃദയത്തിൻ്റെ മേലെ വയ്ക്കാം. ഹൃദയം നമുക്ക് സ്നേഹത്തിൻ്റെ രൂപമാണ്. ആ സ്നേഹം നിറഞ്ഞു കിടക്കുന്ന ഹൃദയത്തിൻ്റെ മുകളിലായി നമുക്ക് ഇടത് കൈ വയ്ക്കാം. വലത് കൈ നമ്മുടെ വയറിന് മുകളിലേക്കും വയ്ക്കാം. 2 മൂക്കിലൂടെയും ശ്വാസം എടുക്കുക, 2 മൂക്കിലൂടെയും ശ്വാസം പുറത്തേക്ക് വിടുക. ദീർഘവും സാവധാനവുമായൊരു ശ്വസനക്രിയയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. 2 മൂക്കിലൂടെയും ശ്വാസം എടുക്കാം. ഇൻഹേൽ എന്ന് പറയുമ്പോൾ 2 മൂക്കിലൂടെയും ശ്വാസം എടുക്കാം. എക്സ്ഹേൽ എന്ന് പറയുമ്പോൾ 2 മൂക്കിലൂടെയും ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണടച്ചിരിക്കാം. ഒന്ന് ശ്വാസം എടുക്കാം. ഇൻഹേൽ, വയറുയർന്നു വരുന്നതായി കാണാം. ശ്വാസം വിടുമ്പോൾ എക്സ്ഹേൽ, വയറ് ചൊട്ടി വന്ന് നട്ടെല്ലിനോടമർന്നു വരുന്നതായി കാണാം. ഇങ്ങനെ ഒരു 5 തവണ എടുക്കാം. ഇൻഹേൽ, എക്സ്ഹേൽ. ശ്വാസം എടുക്കുമ്പോൾ ആ ഓക്സിജനെ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുമ്പോൾ നല്ല ചിന്തകളെ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം. നല്ല ചിന്തകളെ മാത്രം അവിടെ നിലനിർത്തുക. പുറത്തേക്ക് വിടുമ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മോശം കാര്യങ്ങളെയും മോശം ചിന്തകളെയും പുറത്തേക്ക് വിടാം. ഈ ഒരു പുതിയ ദിനത്തിൽ ഞാനിത് ദിവസവും പരിശീലിക്കുന്നതാണെന്ന് ഉള്ളിൽ ഉറച്ചു പറയുക. ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. ദീർഘമായി ശ്വാസം എടുക്കുക. സാവധാനവുമായി ശ്വാസം എടുത്ത് സാവധാനം ദീർഘമായി വിടുക. 5 തവണ എടുത്ത ശേഷം കണ്ണുകൾ തുറക്കുക. കൈ നല്ലോണം റബ് ചെയ്തു നമ്മൾ കണ്ണിലും കാലും തടവി ശേഷം സാവധാനം കണ്ണ് ചിമ്മി ചിമ്മി തുറക്കുക. ഒരു പുഞ്ചിരിയോടെ തുറക്കാൻ ശ്രമിക്കുക. മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി നിലനിർത്തുക. അപ്പം നമുക്ക് ആ പോസിറ്റീവ് എനർജിക്കും നല്ല ചിന്തകൾക്കൊക്കെ നമുക്ക് ആ പുഞ്ചിരി എപ്പോഴും നല്ലതാണത്. മറ്റുള്ളവരെ കാണുമ്പോഴും ഒക്കെ പുഞ്ചിരി നല്ലതാണ്. അതുപോലെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിറച്ചു വയ്ക്കുക. നല്ല ചിന്തകളുമായി മുന്നോട്ട് പോവുക. നമ്മൾ ഓരോരുത്തർ വിളിക്കുന്നവരുണ്ട്, അല്ലാത്തവർ വന്ന് പറയുന്നവരൊക്കെ ഉണ്ട്, പല പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ തന്നെ നമ്മളുടെ ഒരു വഴികാട്ടിയായി മാറുക. ഇന്ന് മുതൽ ജനുവരി 1 പുതുവർഷമാണ്. നമ്മൾ ഓരോരുത്തരും നമുക്ക് വഴികാട്ടിയാവുക. നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ പലരും ഉണ്ടാവും. പക്ഷേ എല്ലാ സമയവും എല്ലാവരും ഉണ്ടാകണമെന്നില്ല നമ്മളോടൊപ്പം. നമ്മൾ തളർന്നു പോകരുത്. അപ്പം നമ്മൾ തന്നെ നമുക്ക് വഴികാട്ടിയാവുക. നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കുക. സെൽഫ് ലവിൻ്റെ പ്രാധാന്യം എവിടെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക. നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. ഈ ഒരു ദിനം മുതൽ, ഈ 1-ാം തീയതി മുതൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. നമ്മളെ മാറ്റാനായിട്ട് നമുക്ക് വേണ്ടി ഒരല്പസമയം മാറ്റിവെക്കുക. അതിലൂടെ നമുക്ക് മനസ്സിനെ ശക്തമാക്കാനും ശാന്തമാക്കാനും നിയന്ത്രിക്കാനും സാധിക്കുന്നു. ഇത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് മടിക്കുന്നത്? ഇന്നു മുതലേ നമുക്കിത് തുടങ്ങാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു.